ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സ്മോക്കിംഗ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വേറൊരെണ്ണം ഒന്നും കൂടെ വെട്ടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. നല്ല വശം അകത്തോട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ 53 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. രണ്ട് വശത്തു നിന്നും നമ്മൾ 53 ഇഞ്ച് എടുത്തിട്ട് നമ്മളത് രണ്ട് ഭാഗങ്ങളായിട്ട് ഓരോ വര വരയ്ക്കുന്നു. ഈ നടുക്കുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് കൈക്കും പിന്നെ ഇത് ഫ്രണ്ട് പീസിന് വയ്ക്കാനായിട്ടുള്ള പീസും എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് ആണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ഓപ്പൺ സൈഡിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. ആദ്യം അവിടുന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് ഒരു 9 ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 9 ഇഞ്ചാണ് ഇവിടുത്തെ മാർക്കിങ്. അതുപോലെ കൈക്കുഴിക്ക് വേണ്ടി നമ്മളിവിടെ 2 ഇഞ്ച് മാത്രമാണ് എടുക്കുന്നത്. അതൊരു 8 ഇഞ്ച് നമ്മൾ കൈക്കുഴിക്ക് എടുക്കുന്നുണ്ട്. അത് ഒരു വര വരച്ച് അടയാളപ്പെടുത്തുക. അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ ഈ സൈഡിൽ നിന്ന് നമ്മൾ 9 ഇഞ്ച് താഴേക്ക് കറക്റ്റ് അടയാളപ്പെടുത്തണം. അതൊരു ബോക്സ് പോലെ നമ്മൾ വരച്ച് അടയാളപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം താഴേന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ് എടുക്കുന്നത്. അതും ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ച് എടുക്കേണ്ടതാണ്. കൈക്കുഴിയുടെ അവിടെ നമ്മൾ കുഴിച്ച് എടുക്കുന്നില്ല. ഇത് കാരണം കുഴിച്ചെടുക്കാൻ അതിന് തുണി കുറവായതുകൊണ്ട് നമുക്ക് ചെറിയൊരു കർവ് മാത്രം കൊടുത്താൽ മാത്രം മതി. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കണം. നമ്മളിനി 5 ഇഞ്ച് 9 ഇഞ്ച് താഴേക്ക് വരച്ച് അവിടം വരെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ നമ്മൾ ഈ ബോക്സ് ആയിട്ട് വരച്ചതും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പം ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നൂല് വലിച്ച് എടുക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിന് 4 ഇഞ്ച് മുൾവശം മടക്കി അടിച്ചതിന് ശേഷം 4 ഇഞ്ച് വീതം നമ്മൾ താഴേക്ക് ഓരോ അടിപ്പടിക്കേണ്ടതാണ്. അതാണ് നമ്മൾ നൂല് വലിച്ച് എടുക്കേണ്ടത്.